അപ്പുട്ടാ അപ്പുട്ടാ ഇങ്ങനെ പോത്ത് പോലെയാണ് തുടങ്ങിക്കോ. പലതും അറിഞ്ഞോടാ നീ. എന്താ? അമ്പിളി ആസ്പത്രി വന്നിട്ടില്ല. അത്രേ ഉള്ളോ? സുഖമില്ല എന്നിട്ടാവും. അതല്ലടാ, അവളിനി ആശുപത്രി വരില്ല. അതെന്താ? അവളുടെ കല്യാണം നിശ്ചയിച്ചു. ഓ, അപ്പൊ അമ്പിളി അത് വീട്ടിൽ പറഞ്ഞു അല്ലേ? അങ്ങനെ തന്നെയാ വേണ്ടത്. ഛേ, ഞാൻ എന്തൊക്കെയാ അമ്പിളിയെ കുറിച്ച് ധരിച്ചത്. ഒരുപാട് വേദനിപ്പിച്ചു. ഛേ, കഷ്ടായി. അല്ല, ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് വെച്ച് അമ്പിളിക്ക് ആശുപത്രിയിൽ വന്നാലെന്താ? അതല്ലടാ. പിന്നെ അമ്പിളി മച്ചു നമ്പ്യാരുടെ മകൻ രാജീവിനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കണം. എന്നെ കൊന്നു. എന്നാൽ എനിക്ക് സത്യം പറയാതിരിക്കാൻ വയ്യ. ഈ മാസം 25-ാം തീയതി മുഹൂർത്തം വരെ തീരുമാനിച്ചിരിക്കണ. ഈ കേട്ടത് ശരിയാണോ വക്കച്ച? അതെ. ഇക്ക, അത് വേണ്ട. സത്യമാണ്. എല്ലാ രാവുണ്ണിയുടെ ഏർപ്പാടായിരുന്നു. അവര് നിന്നെ ചതിക്കുകയായിരുന്നു. ഇറങ്ങി വാടാ. ഈ അപ്പൂട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മകൾക്ക് മറ്റൊരുത്തം പുറവോടക്കം എനിക്കൊന്ന് കാണണം. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇറങ്ങി വാടാ. എന്താ ബഹളം വെക്കാതെ? ഇല്ല മാധവേട്ട, ഞാൻ അടങ്ങില്ല. അവള് പറയട്ടെ. എടി ഡോക്ടറെ, അമേരിക്കൻ സായിപ്പിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് വെറും പുല്ലാണല്ലടി. എടി, 2,80,112 രൂപ മുടക്കി പഠിപ്പിച്ചതാ. അപ്പൂട്ടനെ ചതിച്ച എല്ലാത്തിനും ഞാൻ വെട്ടി നിരത്തും. എടേ രാവുണ്ണി, ചെറ്റേ, ചോണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. നീ വന്നോ? എന്റെ കണക്കുകൂട്ടൽ തെറ്റില്ല. നീ മനസ്സിൽ കാണുന്നതിന് മുമ്പേ മരത്തെ കാണുന്നവനായി രാവുണ്ണി. എന്റെ മോളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കൂടാ. ആരെ കെട്ടണമെന്ന് അവള് തീരുമാനിക്കും. നിനക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് വെച്ച് വീട് നീളെ നടന്നു പെണ്ണുതായോ പെണ്ണുതായോ എന്ന് പറഞ്ഞ് ഓരിയിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് തരാൻ ഇവിടെ പെണ്ണില്ല. തെരുവ് പട്ടിയെ പോലെ ഓരിയിട്ട് തെണ്ടി ഇറന്ന് താനില്ലടോ. ഇപ്പൊ താൻ വലിയ അനത്തിലെ പട്ടിയായത് അപ്പുണ്ണിനെ കാച്ചോണ്ടില്ലടോ. കുറെ നാളായല്ലോടാ നീയൊക്കെ കാശിന്റെ കണക്ക് പറഞ്ഞു തുടങ്ങിയിട്ട്. എന്റെ മോള് ഡോക്ടറായ ഒരുത്തനെ നക്കാപ്പിച്ചോണ്ടല്ല, അവളുടെ ബുദ്ധി കൊണ്ടാ. 2,80,000 ഉലുവ എന്താടാ? പലിശ സഹിതമുണ്ട്. എണ്ണി നോക്ക്. പോരാത്തത് എന്താന്ന് ചപ്പറ. രാവുണ്ണിക്ക് പണം പുല്ലാടാ. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയും മക്കളെയും വിൽക്കുന്ന ചെറ്റ്. അപ്പൂട്ടം പണം കണ്ട് വളർന്നവനാടാ. വാരി കൊടുത്തിട്ടേ ഉള്ളൂ, പിടിച്ചു വാങ്ങിയിട്ടില്ല. പണം എണ്ണി മേടിച്ചവരകത്തുണ്ട്. അവര് പറയട്ടെ, വിളിക്കണവരെ. വിളിക്കണവളെ, എനിക്ക് സംസാരിക്കണം. അവക്ക് നിന്നെ ഈ ജന്മം കാണണ്ടടാ. കിടന്ന് ചിലക്കലടാ നമുക്ക്. അത് അവരവര് സംസാരിച്ച് തീരുമാനിക്കട്ടെ. ഒന്നും തീരുമാനിക്കണ്ട. അത്ര ദണ്ണമാണെങ്കിൽ നിന്റെ മോളെ അവന് കെട്ടിച്ചൂടാ. കൊടുക്കില്ല. താമരക്കുളത്ത് ഒരു വീട്ടിൽ നിന്ന് ഇവന് പെണ്ണ് കിട്ടില്ല. എന്താ തെമ്മാടിക്കാരെങ്കിലും പെണ്ണ് കൊടുക്കുവോ? എടാ പട്ടി, നിന്റെ തിണ്ടമെടുക്ക് താമരക്കുളത്തെ നടക്കൂ. നീ ഇവിടുത്തെ തൊക്കട ഉണക്കലിച്ചോറല്ലേ ഉണ്ടിട്ടുള്ളൂ. പറക്കണക്കിന് പച്ചരിച്ചോറുണ്ടെന്ന പാണ്ടികളെ നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് വെച്ച് വിളമ്പാ കൊണ്ടുവന്നിട്ടുണ്ടാ. എടാ ഭൂതപ്പാണ്ടി, ഇറങ്ങി വാടാ.
വാസി പിടിച്ച് നിൽക്കുക. എന്താ വേണ്ടതെന്ന് വെച്ചാ വിളമ്പി കൊടുക്കടാ. സോഡ അമ്പിളി, അപ്പൂട്ടിനെ തടയാൻ ആർക്കും കഴിയില്ല. തടഞ്ഞില്ലെങ്കിൽ കൊലപാതകം നടക്കും. അമ്പിളി പറഞ്ഞ അപ്പൂട്ടൻ കേൾക്കും. ചെല്ലമ്പിളി, അമ്പിളി. എന്ത് നേടാനാ ഈ അംഗം വെട്ടുന്നത്? ആരെ തോൽപ്പിക്കാനാ? എന്നെ കല്യാണം കഴിക്കാനാണോ? കഷ്ടം. എന്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെ കഴിഞ്ഞുള്ള എനിക്ക് എന്തും. എന്നോട് വേണോ അപ്പൂട്ട പക? എനിക്കൊരു മനസ്സുണ്ട്, നിങ്ങളത് കണ്ടില്ല. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? ഒക്കെ സ്വയം തീരുമാനിച്ചു വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി വരാൻ പറഞ്ഞ അനുസരിക്കണം അല്ലേ? നിങ്ങൾ ഈ കാണിക്കുന്നത് അഹങ്കാര. പണവും കയ്യൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നേടാമെന്ന ഹുങ്ക്. പക്ഷെ അതുകൊണ്ടൊരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ കഴിയില്ല.
വേദനിപ്പിച്ചു. എന്റെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്തു കളഞ്ഞു. എന്റെ മനസ്സിലുള്ള അപ്പൂട്ടനെ അല്ല നിങ്ങൾ. നിങ്ങളെ കാണാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ബാധ്യതയുള്ളവളാ ഞാൻ. എന്താ വേണ്ടത്? കൽപ്പിച്ചാ മതി, അനുസരിക്കാം.